എന്താണ് അമ്മായി ഉലാത്തണത്? കേശു പോ, ഒന്നാതെ എന്റെ സ്വഭാവം മാറിയിരിക്കുകയാണ്. മാറും, സ്വഭാവം മാറുമല്ലോ. എനിക്കെന്തായാലും അങ്ങ് സന്തോഷമായി. അല്ല പിന്നെ എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത് രണ്ടുപേരും കൂടെ. ഞാൻ അന്ന് ഉറപ്പിച്ചതാ ചേട്ടനെ പണി വരുമെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇത് കുറച്ച് നേരത്തെ ആയി പോയെന്നേ ഉള്ളൂ. പിന്നെ അമ്മായി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ലച്ചുവെച്ചോട്ട് ഭയങ്കരമായിട്ടും ഉണക്കാൻ നിൽക്കണ്ട. സ്വഭാവമേ ഭയങ്കര മോശമാണ് ചേച്ചിയുടെ. പണി തരൂന്ന് പറഞ്ഞാൽ തന്നിരിക്കും. അമ്മായിടത്ത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ലച്ചു ചേച്ചി പണി തന്നു കഴിഞ്ഞാ 1 വർഷം കഴിഞ്ഞിട്ടേ അറിയത്തുള്ളൂ ലച്ചു ചേച്ചിയാണ് പണി തന്നത്. കേശു, നിനക്കെന്നെ തീരെ അറിഞ്ഞൂടാത്തോണ്ടാണ്. എനിക്ക് നന്നായിട്ട് തിരിച്ച് പണി അറിയാം കേട്ടോ. അത് ശരി. അമ്മായി ലച്ചേച്ചി കിട്ടിയ പണി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം കൂടെ ചേച്ചിയുടെ സൈഡ് നിൽക്കുക. അത് അറിഞ്ഞൂടി? എന്ത് ഭീഷണിപ്പെടുത്തണ നീ? ഭീഷണിപ്പെടുത്തണ? ആര് ഭീഷണിപ്പെടുത്തിന്ന്? കേശു നീ ചുമ്മാ ഇരുന്നാണ്. വേണ്ട വേണ്ട, കയ്യാങ്ങളി വേണ്ട കേട്ടാ. കയ്യൊക്കെ ചൂണ്ടണം എന്തിന്? എന്തോന്നടാ ഇത്? എന്തോന്ന് കാണിക്കണത്? നിന്റെ അമ്മായിയല്ലേ ഇങ്ങനെയൊക്കെ പറയാമോ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഞാൻ എന്തിനു ചെയ്തെന്ന്? ചിറ്റപ്പ എന്ത് കണ്ടിട്ടാണ് ഈ പറയണത്? അമ്മായിയാണ് എന്നെ അടിക്കാൻ വേണ്ടി അവിടെ എണീച്ചത്. നിനക്ക് എന്ത് വെച്ചേ? നമ്മളെ വീട്ടിൽ കൊണ്ട് വരണ്ട. മനസ്സിന് ഒരു സ്വൈര്യം തരൂല. എന്തോന്ന് വർത്താനം പറയണ? ഞാൻ എന്ത് മനസ്സമാധാനമാണ് തരാത്തത്? അയ്യോ മോളെ ഗൗരിയടി, നിന്നെ പറഞ്ഞതല്ല, ഇങ്ങനെ വീട്ടിലുള്ള കാര്യം പറഞ്ഞത്. എന്താണ് ഇവ ഓരോന്നും കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. മര്യാദക്ക് ഇവിടെ നിന്നെയാണ്. ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞില്ല. വെറുതെ നിന്ന് എന്റെ മെക്കിട്ട് കയറാൻ വന്ന ഇവനാണ്. അതിന്റെ വാലും പിടിച്ച് ശങ്കരാണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല. അയ്യോ, ഇവിടെ ആരും ഒന്നും പറയില്ലല്ലോ. വായിൽ കൈയിട്ടാ പോലും കടിക്കാത്ത കൊച്ചു പിള്ളേരാണല്ലോ ഇവര്. എല്ലാരും കൂടെ ചുമ്മാ അർത്ഥം വെച്ച് സംസാരിക്കണം അല്ലേ? എന്താണ് ഗൗരി? എന്താ ചേച്ചി ഇവിടെ കുറ്റപ്പെടുത്താൻ പോവാണോ? അയ്യോ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വന്നതല്ല. ഞാൻ കുഴപ്പത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്നോട്. അവരെന്താ പറഞ്ഞു? അവര് കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞൊന്നുമില്ല. അവരെ വിളിച്ചപ്പോൾ അവര് പറയണ എന്താ അപ്പുറത്തെ കണ്ടൊരു കല്യാണം ഉണ്ടായിരുന്നെന്ന്. കല്യാണത്തിന് പോയപ്പോൾ ലച്ചു ഗൗരീനെ അവിടെ ഇട്ടിട്ട് കല്യാണത്തിന് പോയി. അതായിരിക്കും ഗൗരിക്ക് ഫീൽ ചെയ്തത് എന്നാണ് അവർ പറയണത്. വേറെ തെറ്റായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. ഇവർ രണ്ടുപേരും നല്ല കൂട്ടല്ലേ? ലച്ചു ചെയ്തത് മോശമായി പോയി. ഇനിയിപ്പോൾ അത് കഴിഞ്ഞില്ലേടാ, അത് വിട്. ഇനിയിപ്പോൾ അത് പറഞ്ഞ് വീണ്ടും വലുതാക്കേണ്ട പ്രശ്നങ്ങൾ. മനസ്സിലായേ? ഞങ്ങളാരും വെറുതെ ഒരു കുറ്റം പറഞ്ഞില്ലല്ലോ. അവളോടെ നക്രാസ് കാണിച്ചു. ആര്? ലച്ചു. അമ്മ, ലച്ചു അമ്മയുടെ മോളാണ്, ഗൗരി അമ്മയുടെ മോളാണ്. ഇവർ രണ്ടുപേരും എന്ത് തെറ്റ് ചെയ്താലും അമ്മ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ചേട്ടത്തി പറഞ്ഞ ശരിയാണ്. ലച്ചുവിനെ ഞാനിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടണില്ല, ഔട്ട് ഓഫ് റേഞ്ച് ഫോണ്. കുറച്ച് കഴിയുമ്പോൾ അവളെ വിളിച്ചാൽ കിട്ടുമല്ലോ, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരുമല്ലോ. ഇപ്പോൾ വരുമ്പോൾ നമുക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അല്ലേ? അതല്ലേ നല്ലത്? ഗൗരിയെ, ഇതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ കേട്ടാ. ഞാനിതൊന്നും മനസ്സിലാക്കില്ല ചേച്ചി. കളാ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ഒന്ന് കുളിക്ക്, ഇപ്പൊ ഫ്രഷ് ആവും കേട്ടോ. എന്നിട്ട് ഡ്രസ്സ് പോലും മാറിയില്ല. ഗൗരി മക്കളെ, അവിടെ എന്തെങ്കിലും പറയുക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളങ്ങ് ക്ഷമിച്ചു കളഞ്ഞ. ലച്ചുവിനെ ഞാൻ എടുത്തുകൊണ്ട് നടന്ന കൊച്ചല്ലേ, പാവം. പക്ഷെ നീ കല്യാണത്തിന് കൊണ്ടുപോയില്ലയോ? അതിന്റെ സങ്കടമാണോ? മാമ ഒന്നുമില്ല. വാങ്ങ, നീ വാങ്ങും. ഞാൻ പോണു. പിള്ളേരെ കല്യാണത്തിന് കൊണ്ടുപോയില്ല. അയ്യോ.